വോട്ട് ക്രമക്കേടും പൂരം വിവാദവുമെല്ലാം തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കലുഷിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഇത്രയും നാളത്തേതിൽ നിന്നും കുറച്ചുകൂടി കരുതലോടെ വേണം കൈകാര്യം ചെയ്യാനെന്ന ഉത്തമ ബോധ്യം എല്ലാ മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ചും BJP നയിക്കുന്ന NDAയ്ക്ക്. ഇതിനായി കേരളത്തിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ആരെല്ലാം മത്സരിക്കണമെന്ന പദ്ധതി BJP തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോഴേ ഒരുങ്ങിയാൽ പൂട്ടിയ നേമത്തെ അക്കൗണ്ട് അടക്കം തുറക്കാമെന്ന മോഹത്തിലാണ് BJP ഉള്ളത്. അതിനായി ആരൊക്കെ മത്സരിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സാധ്യതാ പട്ടികയ്ക്ക് രൂപം കൊടുത്തിട്ടുമുണ്ട്. ഗവർണർ സ്ഥാനം രാജിവെച്ച നേമം പിടിക്കാൻ RSS കൊണ്ടുവന്ന കുമ്മനത്തിന് ഇത്തവണ നേമത്ത് ജയസാധ്യതയില്ല എന്ന വിലയിരുത്തലിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് സീറ്റ് പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെ തന്നെ കളത്തിലിറക്കാനാണ് പാർട്ടിയുടെ നീക്കം. നേമത്ത് RSSന് താല്പര്യമുണ്ടായിരുന്ന കുമ്മനം രാജശേഖരനെ ആറന്മുളയിലേക്ക് മാറ്റാനും പുതിയ നേതൃത്വം ആലോചിക്കുന്നുണ്ട്. മറ്റൊരു വിജയസാധ്യതാ മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ UDF മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ എതിരാളിയായി സഹോദരി പത്മജ വേണുഗോപാലിനെ ഇറക്കാനാണ് BJPയുടെ പ്ലാൻ. ഇനി K മുരളീധരൻ ഇല്ല എങ്കിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ ആദ്യമായി BJP ടിക്കറ്റിൽ കന്നിയംഗം കുറിക്കും. പത്മജ ഇല്ല എങ്കിൽ വട്ടിയൂർക്കാവിൽ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കണ്ടെത്താനുമായിട്ടില്ല. കഴക്കൂട്ടമാണ് മറ്റൊരു പ്രധാന മണ്ഡലം. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ വർഷങ്ങളായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമുള്ള പുനഃസംഘടനയിൽ V മുരളീധര പക്ഷത്തെ ഒതുക്കിയ സമീപനം സീറ്റ് നിർണയത്തിൽ പിന്തുടർന്നില്ല എങ്കിൽ V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കും. അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S സുരേഷിനെ കഴക്കൂട്ടത്ത് പരിഗണിക്കും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ VV രാജേഷിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കാട്ടാക്കടയിൽ മാറ്റമില്ല. PK കൃഷ്ണദാസിന് മാത്രമാണ് ആദ്യത്തെ പരിഗണന. മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തെ പോലെ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിക്കുമോ എന്നത് പലരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. എന്നാൽ K സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല മണ്ഡലത്തിലാണ്. ചെങ്ങന്നൂർ സീറ്റിൽ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് ആലോചന എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭാ സുരേന്ദ്രനായി BJP നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ പുതുക്കാട് സീറ്റാണ്. സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ പുതുക്കാട് അടക്കം 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് BJPക്കായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇത്തവണയും തിരുവല്ല സീറ്റിലാകും മത്സരിക്കുക. PC ജോർജിന് തട്ടകമായ പൂഞ്ഞാർത്തിന് നൽകും. മകനും വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജിന് പാലായും നൽകും. MT രമേശിന് കോഴിക്കോട് നോർത്ത് മാറ്റമുണ്ടാകില്ല. 2021 ധർമ്മടത്ത് മത്സരിച്ച CK പത്മനാഭന് കണ്ണൂരിൽ സീറ്റ് നൽകാനാണ് നിലവിലെ ആലോചന. BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിക്ക് കായംകുളമാണ് BJP കണ്ടുവച്ചിരിക്കുന്നത്. BJPയിലെ ന്യൂനപക്ഷ മോർച്ച നേതാക്കളായ ജിജി ജോസഫിനെ എറണാകുളത്തും നോബൽ മാത്യുവിനെ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിപ്പിക്കാനാണ് ധാരണ. 2026 കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് അമിത്ഷാ സ്വപ്നം കാണുമ്പോഴും 40-ൽ താഴെ സീറ്റിലാണ് BJP ശക്തമായ മത്സരത്തിന് കോപ്പുകൂട്ടുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയ ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് നടക്കാനിരിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട്. അതുകൊണ്ട് കച്ച മുറുക്കി തന്നെയാണ് BJP ഇത്തവണ കളത്തിലിറങ്ങുന്നത്.